നൂറയും ആര്യനുമാണ് ഈ പ്രാവശ്യം രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ആരും അങ്ങാടും കാണും ഭയങ്കര സന്തോഷമായി പോയി ആര്യന്. നൂറാനെ പോലെ കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കര സംഭവമായിട്ടിരിക്കുകയാണ്. കാരണം ഈ ആഴ്ച വലിയ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നൂറാക്കും ആര്യന് പോകാം. സെക്കൻഡ് നോമിനേഷൻ നോട്ട് നോക്കിയിട്ടാണ് നോമിനേഷൻ പറയുന്നത്. നോക്കട്ടെ എന്താണ് ഡോക്ടർ പിന്നെ നീ ഇങ്ങനെ ആയി പോയത്? അത് ഷാനവാസിനെ പറയും. രണ്ടാമത്തെ ആലോചിക്കേണ്ടി വരും പിന്നേക്ക് ആരെ പറയണമെന്ന്. പറ 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 പിന്നെ എന്താണ് ഒരു താമസി പെണ്ണിന്? ഓക്കെ, സെക്കൻഡ് നോമിനേഷൻ ഞാൻ സൽമാനെ പറയും. വേറൊന്നുമല്ല, കുറച്ചുകൂടെ ഇന്ററാക്ഷൻ ഇപ്പം സബമാനം ഒക്കെ അത് കറക്റ്റാണ് കേട്ടോ. കാരണം നേരത്തെ എല്ലാവരും പറയേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ഇതിലൊന്നും ആരും ചേർന്ന് പറഞ്ഞില്ല. അങ്ങാടും ഇങ്ങോട്ട് ഒനിലേക്ക് വരെ അവർ പറഞ്ഞ് വെച്ചറിഞ്ഞു. സബമാനൊക്കെ ഒന്നും മിണ്ടാണെങ്കിൽ ഒരു മനുഷ്യനാണ്. സാബുമാനെ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. കാരണം നേരത്തെ പറയേണ്ട ഒരു സംഭവം ഈ സാബുമാന്റെ കാര്യമൊക്കെ. കാരണം വെറുതെ അവിടെ ചിരിച്ചും ആ ബീൻ ബാഗിൽ ഇരുന്ന് സമയം കളയലാണ് സാബുമാന്റെ മെയിൻ പരിപാടി. എന്നിട്ടും സേവ് ആകാന്നൊക്കെ പറഞ്ഞാൽ കാരണം ആയിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒനിയിലൊക്കെ പോയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് അത്രയും നല്ല രീതിയിൽ കളിച്ച ആളാണ് ഒനിയിലൊക്കെ. അതേപോലത്തെ ജിസേൽ, അയ്യോ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവരൊക്കെ ഔട്ടാവുന്നു. പക്ഷെ ഒന്നും ചെയ്യാതെ വെറുതെ ഉറക്കം തൂങ്ങിയിരുന്ന സാബുമോന് കളിച്ചു വന്നു പറഞ്ഞാൽ അന്തം വിട്ടുപോയി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓക്കെ സാബുമോൻ റെഡിയാണ്. പിന്നെ ഷാനവാസ് ഓക്കെ റെഡി. നിങ്ങക്ക് ദിയാസനല്ലേ വരാന്ന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയാ, ഇതിൽ പറയാൻ പോണത് മിക്കവാറും നമ്മുടെ അക്ബറിന്റെ പേരാണ്. കാരണം അക്ബർ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കളിയാക്കിയായിരുന്നു, എനിക്കാരും വരില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, മിക്കവാറും പറയുന്നത് അക്ബറിന്റെ പേര് തന്നെയായിരിക്കും. ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും സംഭവം. ഖുർബാൻ ഇടയ്ക്ക് ഇതേപോലത്തെ ചെറിയ കൊട്ടക കൊട്ടിട്ട് കൊടുക്കും. കാരണം എല്ലാവരുടെ ഫാമിലി വന്ന് എല്ലാവരും സന്തോഷിച്ചിരുന്ന സമയത്ത് അക്ബർ നൈസായിട്ട് ചോദിച്ചു, നിന്റെ ഫാമിലി ഒന്നും വരില്ലല്ലോ, ദിയാസനല്ലേ, അങ്ങനെ എന്തോ ടോക്ക് അവിടെ അടിച്ചറിഞ്ഞു. അതിൽ ആദ്യം നല്ലപോലെ കരയണൊക്കെ ഉണ്ടാവുന്നത്. അത് മോശപ്പെട്ടു പോയി. അക്ബർ പറഞ്ഞത് മോശപ്പെട്ടു പോയി. അക്ബർ നല്ലൊരു ഗെയിമറാണ്. ഇടയ്ക്ക് ഇതേപോലത്തെ ഊടായ്പ കളിയൊക്കെ അക്ബർ കളിച്ചത്. തമാശകൾ ഓക്കെയാണ്, പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ എല്ലാ തമാശ ഇതാവും. നിങ്ങൾ വേറെ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അത് ആലോചിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞ മറ്റേ ആൾക്ക് ഫീൽ ആവുമോ അങ്ങനത്തെ ഒരു സംഗതി. കാരണം ഞങ്ങളിപ്പോൾ സിബ്ലിങ്സിനെ കണ്ടിട്ട് 3 വർഷമായി. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി മനസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഓക്കെ ഞാനിവിടെ ഒരു കമന്റ് പറയട്ടെ, അങ്ങനെ ഒരു സംഗതി എനിക്ക്. അപ്പോൾ അതും കൊണ്ട് അക്ബർ ഖാനാണ് ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നിനെയാണ്. കാരണം എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയും താഴെ നിൽക്കുന്ന ആളെ വരത്തുള്ളൂ. രണ്ടുപേരും ഡേർട്ടി പറഞ്ഞാൽ രണ്ടുപേരും ഡേർട്ടിയാണ്, മനസ്സിലായോ? നമ്മുടെ ടങ് നോക്കണം, ലാംഗ്വേജ് നോക്കണം. സോ അതുകൊണ്ട് ബിന്നി. സോ ഫസ്റ്റ് അക്ബർ ഖാൻ, രണ്ടാമത് ബിന്നി. വെരി ഗുഡ് വെരി ഗുഡ്. തമ്പുരാട്ടി ഞാൻ പഞ്ചസാര കട്ടത് കണ്ട, ഞാൻ പഞ്ചസാര കട്ടു, ഞാനത് കട്ടതല്ല. നിനക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തിലാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. നീ ബിന്നിയുടെ കാര്യത്തിലും വ്യക്തതയില്ലാത്ത കാര്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആണ് തന്നെയാണ് എന്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ സ്ത്രീ എന്ന കാർഡ് ഇവിടെ ആരും ഇറക്കണ്ട, ഇവിടെ ജെൻഡർ കാർഡ് ആരും ഇറക്കണ്ട. ഇവിടെ തലയിലുള്ളത് തലയിലുള്ളത് പറഞ്ഞോ, മുഖത്തുള്ള തുടച്ചു ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? പച്ചക്കള്ളം അത് അവള് പറഞ്ഞു, നീ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് പ്രവോക്ക് ചെയ്യുന്നതിന്റെ പുറത്താണ് നീ എന്നോട് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന വെച്ചെങ്കിൽ അതൊരു മോശം പ്രവണതയാണ് ഇവിടെ. അപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായുള്ള പ്രവർത്തനമാണ്. ജിസലിനോട് വരെ പറഞ്ഞു, ഞാൻ ഒരുപാട് ജിസലിനെ പ്രവോക്ക് ചെയ്യാൻ നോക്കി, പ്രവോക്കഡ് ആയില്ല. ഒരു കാര്യം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒരു മൂലൊക്കെ കുത്തിരിക്കുക, ബെഡ് പോയി കിടന്നുറങ്ങുക എന്നല്ല പറഞ്ഞത്. കറക്റ്റ് കാര്യമാണ്. ഒരു കാര്യം ചെയ്യണില്ല, വെറുതെ ബെഡിൽ പോയി മൂലക്കിരിക്കുക, ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും തല്ലുകൊടുത്ത് ഉണ്ടാവുമ്പോ അതിന്റെ ഇടയിൽ കയറി ഹസ്ബൻഡ് ഞാൻ വിളിച്ചു നോക്കും. പിന്നെ വീട്ടുകാരാവുന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പോ നീ എന്റെ വീട്ടില് എന്റെ വൈഫിനെ വലിച്ചിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ വലിച്ചിട്ടത്. ആദ്യം വലിച്ചിട്ടത് നിങ്ങൾ ഷാനവാസ് കൊടുക്കും ആദ്യം എന്റെ കളിക്ക്. അത് ഇത് ലൈവ് കാണാൻ നമുക്ക് മനസ്സിലാവും. ഷാനവാസിന്റെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് ഷാനവാസ് തിരിച്ചു വിളിച്ചിട്ടുള്ളൂ. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത.
ഷാനവാസ് വിളിക്കാൻ പറ്റില്ല, ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മോശമായ ഒരു ആക്ഷനും ഒരു ആംഗ്യം നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ആക്ഷനും ആക്കില്ല. ഒരു ആക്ഷൻ സംസാരിക്കുന്നത് ആണിന്റെ ക്വാളിറ്റിയും ഇല്ല പെണ്ണിന്റെ ക്വാളിറ്റിയും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഭയങ്കര മോശമായി പോയി. ഉളത്തരായി പോയി ബിന്നി പറഞ്ഞത്. ഉളത്തരായി എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത്? അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? അത് എന്തിനാണ് നീ അത് ചെയ്യുന്നത്? അത്തരം അനാവശ്യമായിട്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. ബിഗ് ബോസ് സാമാന്യം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഈ കുക്കിങ്ങിൽ അത് പഠിക്കണം അല്ലെങ്കിൽ അഭിനയം പഠിക്കണം ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഉള്ള കാര്യങ്ങൾക്കൊന്നും പുള്ളി ആക്ടിവായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറെ വാച്ച് ചെയ്തു ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സാബുമാൻ. സെക്കൻഡ് നോമിനേഷൻ പറയുന്നത് നെവിനാണ്. നെവിൻ വന്ന സമയത്തൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അപ്പൊ അനുമോള് നോമിനേഷൻ ചെയ്ത് സാബുമാൻ. ഓക്കെ, അത് റൈറ്റ് ആണ്. രണ്ടാമത്തത് ചെയ്തത് നമ്മുടെ നവീന കേട്ടോ. ഓക്കെ, പക്ഷേ നവീൻ ഇതുവരെയും ഫുഡിൻ്റെ കാര്യങ്ങളുമാണ്, പിന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റുമാണ് അവിടെ. ആരെ പറ്റിയോ കുറ്റങ്ങൾ പോയി പറയാത്തൊരു മനുഷ്യനാണ് ഈ നവീൻ എന്ന് പറഞ്ഞത്. ഒരാളുടെ കുറ്റം അവിടെ പോയി പറയൂടില്ല. എന്ത് വന്നാലും മൂത്തടിച്ച് പോലെ പറഞ്ഞു കളയും. അതാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നവീനേലും മോശമായ ഒരു തൊട്ടിപ്പുറത്തിരിക്കുമ്പോൾ ഇത് ചെയ്ത് ശരിയായില്ല. അനുമോള് ചെയ്ത് ഒരിക്കലും ശരിയായില്ല. കാരണം നവീനേലും മോശപ്പെട്ടവർ ഇപ്പുറത്തിരിക്കണം. കാരണം ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ആള് ബിന്നി. കറക്റ്റ് ഈ പ്രാവശ്യം അനുമോളൊക്കെ ചെയ്യേണ്ട ആൾ ബിന്നി തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഡോക്ടർ ബിന്നിയാണ് ആ ജയിലിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ പറഞ്ഞ കേട്ടപ്പോൾ ഷാനവാസ് ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. മൂത്രശങ്കം ഒന്ന് പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കാം. പക്ഷെ ഒന്നുകൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ, സോറി പറഞ്ഞാലോ തുറന്നു വിടുള്ളൂ. അപ്പോൾ ഒരു ബിഗ് ബോസിൻ്റെ അകത്തുള്ളൊരു ടാസ്കും ഗെയിമിനെയും പേഴ്സണലായിട്ട് എടുത്ത്, കാരണം നീ എന്നോട് സോറി പറഞ്ഞാൽ തുറന്നു തരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കശവിശയിൽ മാവ് കുടഞ്ഞപ്പോൾ വീണ്. അത് പറഞ്ഞുണ്ടാക്കിയത് മാവ് എടുത്ത് ഒഴിച്ചെന്നാക്കി. അത് കണ്ടോ കേട്ടോ എങ്ങനെയോ വന്ന് നമ്മുടെ ലക്ഷ്മി അത് വലിയ പ്രശ്നമാക്കി. അങ്ങനെ വലിയൊരു ഉടക്ക് സീൻ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണം അവിടെ ആരാണ്? ഡോക്ടർ ബിന്നിയാണ്. ബിന്നിക്ക് ആ ജയിൽ നോമിനേഷൻ അത് തുറന്നു കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയ ഒരാളിനെ നോമിനേറ്റ് ചെയ്യണം. ഒന്ന് സാബു, ഒക്കെ. രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ല നവീന ചെയ്തത്, മറിച്ച് ഷാനവാസിനെ ആയാലും കുഴപ്പമില്ല, ബിന്നിനായാലും കുഴപ്പമില്ല. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും വേണം നോമിനേറ്റ് ചെയ്ത് കളയാനായിട്ട്. അല്ലാതെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ നിന്ന് ഇത് നവീൻ ഓക്കെ നവീനൊക്കെ ഈ പ്രാവശ്യം കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ നമ്മുടെ അനുമോളി നോമിനേഷനിൽ എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഫസ്റ്റ് ഓക്കെ സാബുമാൻ ഓക്കെ, കാരണം ഉണ്ടായിട്ടും വലിയ കാര്യമില്ല, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പേഴ്സണലായിട്ട് ഞാനും സാബുമാനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടുമില്ല. ബിഗ് ബോസ് വഴിയാണ് കാണുന്നത്. പക്ഷേ ഒരു ഗെയിം ആകുമ്പോൾ ആ ഒരു രീതിയിൽ കളിക്കണ്ടേ. പക്ഷേ നമ്മുടെ നവീന ചെയ്തത് മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അനുമോളെ ചെയ്തത് വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തിയാണ് നീ.